വഴിയരികിൽ വെച്ച് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടി എടുക്കാനായി ദിയ വരുമ്പോൾ രണ്ടുപേർ അടുത്തേക്ക് വരികയാണ്. മോളെ, ഞങ്ങളും നല്ല മനസ്സുള്ളവരാണ്. ഒന്ന് വന്ന് വണ്ടിയിൽ കയറിയാൽ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവിടാം. ചിരിച്ചുകൊണ്ട് ദിയ പറയുകയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെയൊന്നും വണ്ടിയിൽ കയറുന്നില്ല. സ്വന്തമായി വണ്ടിയുണ്ട്. നീയൊക്കെ പോകുമ്പോൾ ഞാൻ പിന്നാലെ വരാം. എന്നാൽ അതായാലും മതി. പക്ഷെ നീയൊക്കെ വണ്ടി വിടുന്നത് നിന്റെ വീട്ടിലോട്ടായിരിക്കണം. അവിടെയും ഉണ്ടാകുമല്ലോ പെണ്ണുങ്ങൾ, അമ്മയും പെങ്ങളും എന്നൊക്കെ വിളിക്കുന്നവർ. അവരോടൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ പോകാം. പോകുമ്പോൾ അവരെയും കൂട്ടാം. അന്നേരം അവർ പറയുകയാണ്, നീ വലിയ പതിവ്രതയൊന്നും ആകണ്ട. നിന്റെ ചേച്ചിയുടെ ലീലാവിലാസങ്ങൾക്കൊക്കെ ഞങ്ങൾക്കറിയാം. ദേഷ്യപ്പെട്ട് ദിയ ചോദിക്കുകയാണ്, അതിന് നിനക്കൊക്കെ എന്താടാ അതെണ്ണം? ഞങ്ങളൊക്കെ അഴിഞ്ഞാടി നടക്കുന്നവർ തന്നെയാണ്, ആട്ടക്കാരികളാണ്. എന്താ 10 പേർ കേൾക്കുകയാണ് ഞാൻ പറയുന്നത്. നാളെ നീയൊക്കെ ഞങ്ങളെ എങ്ങനെ വിളിച്ചോ, ഞങ്ങൾക്കൊരു ചുക്കും ഇല്ല. ഓൺലൈൻ മാധ്യമങ്ങൾ എന്ത് പടച്ചുവിട്ടാലും അതൊക്കെ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾ ഒരുത്തന്റെയും കാലു പിടിക്കാൻ പോകുന്നില്ല. അതിന്റെ ആവശ്യവും ഞങ്ങൾക്കില്ല. പിന്നെ നിന്നെ പോലുള്ള ചെറുപ്പക്കാർ കൂടെ വരാനേ. എന്നെ പോലെയുള്ള പെൺകുട്ടികളെ അല്ല വിളിക്കേണ്ടത്. നിന്റെയൊക്കെ വീട്ടിൽ അതുപോലെയുള്ള ഇനങ്ങൾ കാണുമല്ലോ, അവരെ. അന്നേരം ദേഷ്യപ്പെട്ടാൽ പറയുകയാണ്, എടി കൂടുതൽ ചിലമ്പരുത്. ചിലമ്പിയാൽ നീ എന്ത് ചെയ്യുമെടാ? ഒന്നും മിണ്ടാതെ അവർ നിൽക്കുമ്പോൾ വീണ്ടും ദിയ ചോദിക്കുകയാണ്, ചോദിച്ചത് കേട്ടില്ലേ? ചിലമ്പിയാൽ നീയൊക്കെ എന്ത് ചെയ്യുമെന്ന്? ആണെന്ന് പറഞ്ഞാൽ പോരടാ, ആണായിട്ട് നടക്കാൻ പഠിക്കണം. അതേസമയം ജഗനും ബിനുവും കൂടി അതുവഴി വരികയാണ്. ആ ആൾക്കൂട്ടം കണ്ട് ജഗൻ പറയുകയാണ്, ഡാ ഒന്ന് നിർത്തിയേ. എന്താണെന്ന് ബിനു ചോദിക്കുമ്പോൾ ജഗൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി പറയുകയാണ്, നമ്മുടെ ഒരു കൊച്ചാണ്. അവന്മാരുടെ സൂക്കേട് എന്താണെന്ന് ചോദിക്കട്ടെ. അതിനുശേഷം ദിയുടെ അടുത്തേക്ക് ചെന്ന ജഗൻ ചോദിക്കുകയാണ്, ഇതുപോലുള്ള സാഹചര്യത്തിൽ വെച്ചാണല്ലോ എപ്പോഴും കാണുന്നത്, ഇപ്പോൾ എന്താ? ദിയ പറയുകയാണ്, ഇവന്മാർക്ക് എന്നെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകണമെന്ന്. അന്നേരം ജഗൻ ചോദിക്കുകയാണ്, പോണോടാ? വീണ്ടും ജഗൻ പോണോടാന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്നാന്ന് പരിഭ്രമിച്ചു പറയുകയാണ് അവർ. പിന്നീട് ജഗൻ അവരെല്ലാവരെയും അടിക്കുകയാണ്. താഴെ വീണ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച ശേഷം ജഗൻ പറയുകയാണ്, നിനക്കൊക്കെ മാത്രമല്ല പെൺകുട്ടികൾക്ക് എല്ലാവർക്കും നടക്കാനുള്ള പൊതുവഴിയാണ് ഇത്. മനസ്സിലായോടാന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായ അണ്ണാന്ന് പറയുകയാണ്. അന്നേരം അവിടേക്ക് വന്ന് ബിനു ചോദിക്കുകയാണ്, എന്താ അണ്ണ? പെൺകുട്ടികളെ കാണുമ്പോൾ ചില വായു നോക്കികൾക്ക് എല്ലിന്റെ ഇടയിൽ കയറും. എന്നിട്ട് ദിയയെ നോക്കി പറയുകയാണ്, ഇത് നമ്മുടെ കൊച്ചാണ്. ആഹാ, ആണോ എന്നും പറഞ്ഞ് ബിനു പെട്ടെന്ന് തിരിഞ്ഞ് അവരെ നോക്കുമ്പോൾ വാ പോകാമെന്നും പറഞ്ഞ് എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ്. അവരുടെ പുറകെയൊക്കെ പോയി അടിക്കുകയാണ് ബിനു പറയുകയാണ്, എന്നിട്ട് ഓടിച്ചാൽ നിന്റെയൊക്കെ അവസാനമാണ്. ബിനു എല്ലാവരെയും ഓടിച്ചിട്ട് അടിക്കുന്നത് കണ്ട് നിന്ന് ചിരിക്കുകയാണ് ജഗനും ദിയയും. ജഗൻ പറയുകയാണ്, ബിനു എന്റെ അടുത്ത കൂട്ടുകാരനാണ്, കാണുന്നത് പോലെയല്ല ഈ ചങ്കെന്നൊക്കെ പറയില്ലേ. പക്ഷെ ഇവനൊരു കുഴപ്പമുണ്ട്, പരിസരബോധമില്ലാതെ പെരുമാറും. ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ ഉടനെ പ്രതികരിക്കും. വെറുതെ കൈ മിനക്കെടുത്താൻ എന്നും പറഞ്ഞ് അവരെയൊക്കെ അടിച്ച ശേഷം തിരികെ വരികയാണ് ബിനു. ആളും തരവും ഒന്നും നോക്കില്ല. അന്നേരം ബിനു പറയുകയാണ്, അങ്ങനെ വേണമല്ലോ അണ്ണ, നമ്മുടെ കൊച്ചാണെന്ന് പറഞ്ഞല്ലോ, പക്ഷെ എനിക്ക് പരിചയമില്ലല്ലോ. അല്ല, അണ്ണൻ ആരെ പരിചയമുണ്ടെങ്കിൽ അവരൊക്കെ എന്റെയും പരിചയക്കാരാണ്, അതാണ് ചോദിച്ചത്. അന്നേരം ചിരിച്ചുകൊണ്ട് ദിയ പറയുകയാണ്, എന്റെ പേര് ദിയ എന്നാണ്. ആഹാ, അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇനിയിപ്പോ പേടിക്കണ്ട, ഒരുത്തനും കാണത്തില്ല. ഇനിയിപ്പോ അങ്ങനെ വല്ലതും ഉണ്ടായാൽ ഞങ്ങൾ അവിടെ പറന്നെത്തിയിരിക്കും. ദിയ ചോദിക്കുകയാണ്, ജയിലിൽ നിന്നും വിട്ടോ? കാർത്തികേയനെ അടിപറ്റിച്ചപ്പോൾ അവന്റെ അച്ഛന് നൊന്തോ? അയാളുടെ ശുപാർശ പ്രകാരമാണ് ഞാനിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. പിന്നെ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അടുത്താണല്ലോ ജയില്. സമയമുണ്ടെങ്കിൽ ഒന്ന് പോയി കാണവനെ. കണ്ടിട്ട് പറയാനുള്ളതൊക്കെ ദിയയ്ക്ക് പറയാം. അതുപോലെ ചതിയാണ് അവൻ ദിയയുടെ ചേച്ചിയോട് ചെയ്തത്. ദിയ പറയുകയാണ്, അതും പറഞ്ഞാണ് ഇപ്പോൾ പോയവന്മാര് എന്റെ അടുത്തോട്ട് വന്നത്, എന്നെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകാൻ. അന്നേരം ജഗൻ പറയുകയാണ്, ഇത്തരക്കാരുടെ കരണത്ത് ആദ്യം ഒന്ന് പൊട്ടിക്കണം, എന്നിട്ട് സംസാരിക്കണം. നിയമം പെൺകുട്ടികൾക്ക് അനുകൂലമാണ് എന്ന് വച്ച് അത് ദുരുപയോഗം ചെയ്യരുത്. പക്ഷേ ആവശ്യത്തിന് നിയമത്തിന്റെ വഴിയെ നമുക്ക് പോകേണ്ടി വരും. അത് കേട്ട് ദിയ പറയുകയാണ്, താങ്ക്സ്, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അത് കഴിഞ്ഞ് കാർത്തികേയനെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ആയിക്കോട്ടെ, എങ്കിൽ പിന്നെ ഇവൻ പറഞ്ഞതുപോലെ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്ക്. ഞങ്ങൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല, അതുകൊണ്ട് വിളിച്ചാൽ വിളപ്പുറത്താണ്. അടാ എന്ന് പറഞ്ഞ് ജഗൻ വിളിക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് ബിനു പറയുകയാണ്, പോട്ടേച്ചി, പോട്ടെ. ഓക്കെ ബൈ എന്ന് പറഞ്ഞു പോവുകയാണ് ബിനുവും ജഗനും. വണ്ടിയിൽ കയറിയിരുന്ന ശേഷം ജഗൻ പറയുകയാണ്, ഇവനെ വെറും ബിനു എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല, അട്ട ബിനു എന്ന് തന്നെ പറയണം. ചിരിച്ചുകൊണ്ട് ബിനു പറയുകയാണ്, അതെ ബുള്ളറ്റ് ജഗനെ പോലെ. പോട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ടാറ്റ് പറയുകയാണ് ബിനു. പിന്നീട് കാർത്തിയെ കാണാനായി ജയിലിലെത്തുകയാണ് ദിയ. ദിയയെ കണ്ട് ആകെ ദേഷ്യപ്പെട്ട് നോക്കുകയാണ് കാർത്തി. ദിയ ചോദിക്കുകയാണ്, അറിയുമോ എന്നെ? ആ, മുഖത്ത് പാടുണ്ടല്ലോ.
ആരെങ്കിലും തല്ലിയായിരുന്നോ? എന്റെ മുഖത്ത് പാട് വീണെങ്കിൽ അതിന് കാരണക്കാരായവരുടെ മുഖത്തും ശരീരത്തും ഒരിക്കലും മായാത്ത പാട് വീണിരിക്കും. ദിയ പറയുകയാണ്, നീ ആണുങ്ങളോട് കളിച്ചിട്ടില്ല, അന്തസ്സുള്ള ആണുങ്ങളോട്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളെ നീ കാണുന്നത്. അതിന്റെ ഫലമാണ് നിന്റെ ഈ മുഖത്ത് കാണുന്നത്. അന്നേരം ദേഷ്യപ്പെട്ട് ജയിലിലെ നെറ്റിൽ ആഞ്ഞിടിക്കുകയാണ് കാർത്തി. എന്നെയും എന്റെ അച്ഛനെയും തോൽപ്പിച്ചിട്ട് അവൻ ഈ നാട്ടിൽ ജീവിക്കാനൊക്കത്തില്ല. ദിയ ചോദിക്കുകയാണ്, അത് നീയാണോ തീരുമാനിക്കുന്നത്? നിനക്കൊക്കെ പെൺകുട്ടികളെ പോലും പേടിയാണ്, തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന പെൺകുട്ടികളെ. കാർത്തി പറയുകയാണ്, നിനക്ക് കാർത്തി അറിയില്ല. പിന്നെന്തിനാണ് നീ ബുള്ളറ്റ് ജഗനെ പുറത്തിറക്കിയത്? ജയിലിനകത്ത് പോലും നിനക്ക് ബുള്ളറ്റ് ജഗനെ പേടിയാണ്. നീ ഒരുമാതിരി ആണത്വമില്ലാത്ത ആണുങ്ങളുടെ പേര് കളയുന്നവനെ പോലെ ആയിപ്പോയി. കാർത്തി പറയുകയാണ്, ജയിലിനകത്ത് കിടക്കുന്ന ഒരുത്തനോട് നിനക്കെന്തും പറയാം. ഒട്ടും ഭയമില്ലാതെ ദിയ പറയുകയാണ്, നീ പുറത്തിറങ്ങിയാലും പറയാനുള്ളതൊക്കെ ഞാൻ പറയും. എന്റെ ചേച്ചിയോട് അതുപോലൊരു വൃത്തികേടാണ് നീ കാണിച്ചിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, അതുകൊണ്ട് മരണഭയവും ഇല്ല. നീയൊക്കെയാണ് മരണത്തെ ഭയക്കുന്നത്. അതുകൊണ്ടാണ് നിന്റെ അച്ഛൻ ഇടപെട്ട് ജഗനെ പുറത്തിറക്കിയത്. കൂടുതൽ കളിച്ചാൽ മുഖത്ത് പാടുമായി നിൽക്കുന്ന സദാനന്ദനെ നിനക്ക് കാണേണ്ടി വരും. പറഞ്ഞില്ല എന്ന് വേണ്ട, അത്രയും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ദിയ. ദേഷ്യപ്പെട്ടു തന്നെ നിൽക്കുകയാണ് കാർത്തി. പിന്നീട് കാണിക്കുന്നത് റോഡിൽ ബുള്ളറ്റ് നിർത്തി അതിലിരിക്കുന്ന കാർത്തിയാണ്, ജഗനെയാണ്. അവിടേക്ക് വരികയാണ് ദിയ. ജഗൻ ചോദിക്കുകയാണ്, അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ കാണണമെന്ന് തോന്നിയോ? തോന്നി. അവന്റെ നേർക്ക് നേർ നിന്ന് സംസാരിക്കാൻ കുറച്ചുകൂടി എനിക്ക് ധൈര്യം തന്നത് നിങ്ങളാണ്. അന്നേരം ജഗൻ പറയുകയാണ്, ഈ ലോകത്ത് ആരും ആർക്കും മുകളിൽ അല്ല. അപ്പോ പിന്നെ ഏത് സാഹചര്യത്തെയും നമുക്ക് മറികടക്കാൻ പറ്റും. ഞാൻ കാണണമെന്ന് പറഞ്ഞത് വേറൊരു കാര്യം കൂടി അറിയാനാണ്. നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളാണെന്ന് മനസ്സിലായി. പക്ഷെ അങ്ങനെ ഒരാൾക്ക് എന്തുകൊണ്ട് ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായി? ഞാൻ അന്നത്തെ ആ സംഭവത്തിന് ശേഷം നിങ്ങളെപ്പറ്റി ഒരുപാട് അന്വേഷിച്ചു. തല്ലും കൊലപാതകവും ഒക്കെ ലിസ്റ്റിലുണ്ടല്ലോ. ജീവിതം ഇങ്ങനെ വഴിതിരിച്ചു വിടാൻ എന്താ കാരണം? ഞാനൊരു നിയമ വിദ്യാർത്ഥിനി കൂടിയാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അന്നേരം ജഗൻ ചോദിക്കുകയാണ്, ആഹാ, വക്കീലാകാൻ പോകുന്ന ആളാണോ? അച്ഛനൊരു പേരെടുത്ത വക്കീലാണ്, പക്ഷെ വാദിക്കുന്നത് മുഴുവൻ നാട്ടിലെ ക്രിമിനൽസിന് വേണ്ടിയാണ്. അച്ഛൻ കാരണം ഒരുപാട് നിരപരാധികൾ കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സത്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു വക്കീലാകണമെന്നാണ് ആഗ്രഹം. ആഹാ, അപ്പോൾ പഠിച്ചിട്ടിറങ്ങ്, പിന്നീട് പ്രതിഫലം തരാതെ കേസിൽ നിന്നൊക്കെ ഊരിപ്പോരാമല്ലോ. ദിയ പറയുകയാണ്, കേസ് അത്തരത്തിലുള്ളതാണെങ്കിൽ ഉറപ്പായും. അല്ല, അതൊക്കെ പോട്ടെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. ഈ ഗുണ്ട ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് കിട്ടിയത്? ജഗൻ പറയുകയാണ്, ലോകത്ത് ഒരു മനുഷ്യനും ഗുണ്ടായിട്ടല്ല ജനിക്കുന്നത്. അവന് അതിലേക്ക് തിരിച്ചുവിടണമെന്ന് ഈ ദൈവം എന്നയാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ ആ വഴിയെ തന്നെ നടക്കേണ്ടി വരും. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വെറും 4-5 വയസ്സുള്ളപ്പോൾ. ആ പ്രായത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സാധാരണ മറന്നു പോകാറാണ് പതിവ്. എന്നാൽ ഇവിടെ മരണം വരെ അതെനിക്ക് മറക്കാൻ പറ്റില്ല. അതൊക്കെ സങ്കടപ്പെട്ട് പറയുകയാണ് ജഗൻ. അന്ന് കൺമുന്നിൽ നടന്നതൊക്കെ. എന്റെ അച്ഛൻ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. കാക്കിയിട്ടവന് നേരും നെറിയും കൂടിപ്പോയാൽ അവന് പിന്നെ മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ല. അതാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ എന്റെ അച്ഛന് ഭീഷണിയും ഒരുപാടായിരുന്നു. വല്ലപ്പോഴും കൂടിയാണ് ലീവിന് വീട്ടിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ മടിയിൽ നിന്നും താഴെ ഇറക്കില്ലായിരുന്നു അച്ഛൻ. അച്ഛന്റെ ഒരു വീക്ക്നെസ് ഞാനായിരുന്നു. അത് പറയുമ്പോൾ ജഗന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജഗന്റെ കുട്ടിക്കാലമാണ്. അച്ഛന്റെ മടിയിലിരിക്കുകയാണ് ജഗൻ. കുഞ്ഞു ജഗൻ പറയുകയാണ്, ഞാനും വരും അച്ഛന്റെ കൂടെ. അച്ഛന് ഒരുപാട് ദൂരേക്കല്ലേ ജോലിക്ക് പോകേണ്ടത്. അവിടൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? എന്നാൽ അച്ഛൻ ജോലിക്ക് പോകണ്ട. ജോലിക്ക് പോകാതിരുന്നാൽ മോനെ പഠിപ്പിക്കണ്ടേ, വളർത്തണ്ടേ? വളർന്ന് പഠിച്ച് മോനൊരു ജോലിയൊക്കെ കിട്ടുമ്പോൾ അച്ഛൻ എവിടേക്കും പോകില്ല. നേരം പാലുമായി ജഗന്റെ അമ്മ വന്ന് പറയുകയാണ്, മതി അച്ഛനും മോനും കിന്നരിച്ചത്, മോനിത് കുടിച്ചേ. ഞാൻ കുടിപ്പിക്കാന്ന് പറഞ്ഞ അച്ഛൻ പാല് വാങ്ങി മോനെ കുടിപ്പിക്കുകയാണ്. ജഗന്റെ അമ്മ ചോദിക്കുകയാണ്, മോൻ പറഞ്ഞത് ശരിയാണ്, പോലീസുകാർക്ക് എവിടെയും ഭീഷണിയാണ്. ഈ ജോലി മതിയാക്കി വീട്ടിലിരുന്നുകൂടെ? അപ്പോ നമുക്ക് ജീവിക്കണ്ടേ? ഉള്ളത് കൊണ്ട് ജീവിച്ചാൽ മതി. ഈ സ്വഭാവം എനിക്ക് പേടിയാണ്. വെട്ടൊന്ന് മുറി 2. അങ്ങനെയാണ് പോക്ക്. ഇപ്പോ തന്നെ ഏതോ കുഗ്രാമത്തിലേക്കുള്ള സ്റ്റേഷനിലേക്കല്ലേ ട്രാൻസ്ഫർ കിട്ടിയിരിക്കുന്നത്. കള്ളന്മാരും കൊലപാതകളും ഒരുപാട് കൂടുതലുള്ള പ്രദേശമാണ് അത്. അത്തരക്കാർ എല്ലായിടത്തുമുണ്ട്. അവരെയൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ടല്ലേ സർക്കാർ നമുക്ക് ശമ്പളം തരുന്നത്. ഈ ശമ്പളം വാങ്ങുന്ന പോലീസുകാരെല്ലാവരും ജയേട്ടനെ പോലെ എന്ത് കണ്ടാലും പ്രതികരിക്കുന്നവരാണോ? ഇവിടെ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് നെഞ്ചിൽ തീയായിട്ടാണ് ഇരിക്കുന്നത്.
അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് തിരിച്ചെത്തിയിരിക്കും. അതും എന്റെ ജഗ്ഗുമോന്റെ അരികിലേക്ക്. അന്നേരം ആരോ ബെല്ലടിക്കുകയാണ്. താര ചോദിക്കുകയാണ്, ഈ നേരത്ത് ആരാ? ജയൻ പറയുകയാണ്, നീ മോന് പാല് കൊടുക്ക, ഞാൻ പോയി നോക്കാം. താര പറയുകയാണ്, സൂക്ഷിക്കണം ജയേട്ട, ഇവിടെയുമുണ്ട് ശത്രുക്കൾ. നീ ഒന്ന് ചുമ്മാതിരിക്ക് താരയെന്നും പറഞ്ഞ് വാതിൽ തുറക്കാൻ പോവുകയാണ് ജയൻ. അതേസമയം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ജഗന്റെ അച്ഛൻ ആരെയും കാണുന്നില്ല. ജയൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഒരാൾ വന്ന് ജയനെ അടിക്കുകയാണ്. അതിനുശേഷം അയാൾ പറയുകയാണ്, അടിച്ചു കൊല്ലടാ ഇവനെ. അന്നേരം ഒരുപാട് പേർ വരികയാണ് കൂട്ടത്തോടുകൂടി ജയനെ ആക്രമിക്കാനായിട്ട്. എല്ലാവരും ചേർന്ന് അടിക്കുകയാണ് ജയനെ. അന്നേരം ജയേട്ട എന്നും പറഞ്ഞ് ഓടി കൊച്ചിനെയും കൊണ്ട് വരികയാണ് താര. ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ് കരയുകയാണ് ജഗൻ. കുഞ്ഞുനാളിൽ നെഞ്ചി തറച്ചു പോയതൊക്കെ പിന്നീട് അവന്റെ മനസ്സിൽ സ്വാധീനിക്കും. ഇവിടെയും മറിച്ചായില്ല കാര്യങ്ങൾ. എന്റെ 12ാമത്തെ വയസ്സിലായിരുന്നു ആദ്യത്തെ കൊലപാതകം. അച്ഛനെ മുന്നിൽ നിന്ന് വെട്ടിയവന്റെ മുഖം മറക്കാതെ മനസ്സിൽ വച്ചിരിക്കുകയായിരുന്നു. സമയവും സന്ദർഭവും വന്നപ്പോൾ വയറ്റത്തിൽ കത്തി കയറ്റി. പിന്നീട് കുറെ നാൾ ജുവനൈൽ ഹോമിൽ ആയിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ മരിച്ചവന്റെ ആൾക്കാർ ഒന്നേ അടങ്ങൂ എന്നുള്ള വാശിയിൽ നിൽക്കുകയായിരുന്നു. അതിനെ പ്രതികരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വീണ്ടും തല്ലും അടിയും കുത്ത്. അതിനിടയിൽ സമൂഹത്തിൽ തെറ്റില്ലാത്ത ചില സമ്പന്നരുടെ സഹായം കിട്ടിയത് കൊണ്ട് അകത്തു പോയതുപോലെ തന്നെ പുറത്തിറങ്ങാനും പറ്റി. ഇതെല്ലാം കേട്ട് ദിയ ചോദിക്കുകയാണ്, ഇപ്പോൾ ചേട്ടന് എത്ര വയസ്സായി? അങ്ങനെ കൃത്യമായിട്ട് ഓർമ്മയൊന്നും ഇല്ല. കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയി. എന്നെ പോലുള്ള ഒരാൾക്ക് ആര് പെണ്ണ് തരാനാണ്? ഇനി ആരെങ്കിലും തരാൻ തയ്യാറായാലും ഒരു കുടുംബജീവിതത്തെ പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. എന്നെ പോലുള്ളവർ കുടുംബമായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒന്ന് ഒതുങ്ങാൻ തുടങ്ങുന്നത്. അതോടെ ആയുസിന്റെ നീളവും കുറയും. വാളെടുത്തവൻ വാളാല് എന്നല്ലേ, അപ്പോൾ ഈ വാളെടുപ്പിക്കുന്നവൻ എന്ന് വെച്ചാൽ എന്ന് ദിയ ചോദിക്കുമ്പോൾ ജഗൻ പറയുകയാണ്, എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ പറയുന്നത് എല്ലാം ചെയ്യിക്കുന്നത് ദൈവം എന്നല്ലേ? അപ്പോ വാളെടുപ്പിക്കുന്നത് ആ ശക്തിയല്ലേ? ചേട്ടൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് എന്നെ മാത്രമാണ് വിശ്വാസം. പിന്നെ എന്നെ ജീവനായിട്ട് കരുതുന്ന ചിലരെയും. കൂട്ടത്തിൽ നിന്ന് ചതിക്കാത്തവരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ദൈവങ്ങൾ. ദിയ പറയുകയാണ്, ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ എന്തൊക്കെയോ പ്രത്യേകതകൾ എനിക്ക് തോന്നി. ഗുണ്ട എന്ന് പേരെടുത്തതിന് പിന്നിൽ ശക്തമായ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്ന് കണക്കുകൂട്ടി. എന്നാൽ അത് ഇത്രത്തോളം വരുമെന്ന് ഞാൻ കരുതിയില്ല. ജഗൻ പറയുകയാണ്, എന്റെ പിറന്നാള് ഞാൻ ഓർക്കാറില്ല. എന്നാൽ കൃത്യമായി ഓർക്കുന്ന ഒരു ദിവസമുണ്ട്, ആ രക്തസാക്ഷി ദിനം. ഒരു 5 വയസ്സുകാരന്റെ മുന്നിൽ അവന്റെ അച്ഛനും അമ്മയും വെട്ടേറ്റ് വീണ ദിവസം. അന്നത്തെ ദിവസം എനിക്ക് ഭ്രാന്താണ്. അന്നത്തെ ദിവസം കാണാൻ പറ്റാത്ത കാഴ്ചകൾ കണ്ടാൽ ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കും. അല്ലെങ്കിൽ കടൽ തീരത്തുകൂടി ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചവനെ പോലെ നടക്കും. ആ സമയത്ത് കടലിനേക്കാൾ തിര ഉള്ളിലാണ്. എന്നോടധികം കൂട്ടുകൂടണ്ട. ഏത് വഴിയാണ് ആക്രമണം വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ശത്രുക്കളാണ് ചുറ്റിലും. ദിയ പറയുകയാണ്, എനിക്ക് അതിലൊന്നും പേടിയില്ല. ഇപ്പോ സംസാരിച്ചതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി, ഈ ഗുണ്ടയ്ക്ക് ദൈവവിശ്വാസം ഇല്ലാന്ന്. എനിക്കും അമിതമായ വിശ്വാസമൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കാറുണ്ട്, അമ്പലത്തിലും പോകാറുണ്ട്. ഇനി അങ്ങനെ ദൈവങ്ങളെ കാണുമ്പോൾ ആയുസിന് കോട്ടം തട്ടരുതേ എന്ന് പറയാം. അന്നേരം മീശ പിരിച്ചുകൊണ്ട് ചിരിക്കുകയാണ് ജഗൻ. ദിയ പറയുകയാണ്, സമയം ഒരുപാടായി, പോട്ടെ. അതിനുശേഷം വണ്ടി എടുത്തു പോവുകയാണ് ദിയ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ വിഷമിച്ചിരിക്കുന്ന രചനയാണ്. ഐസിയുവിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഡോക്ടറിനോട് രചന ചോദിക്കുകയാണ്, ഡോക്ടർ, അച്ഛന് കുറച്ചുകൂടി ആയുസ് നീട്ടിക്കിട്ടി. അങ്ങനെ മോൾക്ക് വിചാരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്ന സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ് രചന. അന്നേരം ഡോക്ടർ പറയുകയാണ്, ആളെ ഇനി ജീവനോടെ കാണാൻ പറ്റില്ല. ഡോക്ടറുടെ ആ പറച്ചിൽ കേട്ട് ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ് രചന. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.